ഈ ദീപം ഞങ്ങൾ കെടാതെ സൂക്ഷിക്കും. LSWK എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ തിരുനാളം തെളിയിച്ച ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട LSWK മെമ്പർമാരായിട്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് ഇങ്ങനെ തിങ്ങി നിറയുന്നു. ഏറെ നാളുകളായിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള എന്ന് പറയുന്ന ലൈറ്റ്, സൗണ്ട്, പന്തൽ, പരസ്യ പ്രക്ഷേപണ മേഖലയിൽ, അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ള മേഖലയിൽ കേരളത്തിലെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ള LSWK എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ചാലക്കുടിയിലേക്ക് ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ കടന്നു വന്ന ഈ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഈ പ്രിയ മെമ്പർമാരെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം നിറ കൈകൾ അടിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. LSWK എന്നൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പക്ഷേ എല്ലാവർക്കും അത്ര ഒരു സുപരിചിതമായിട്ടുള്ള പേരല്ല, പക്ഷേ അതൊരു സംഘടനയുടെ പേരാണ്. ഏതാണ് സംഘടന? ലൈറ്റ്, സൗണ്ട്, പന്തൽ, മറ്റ് റെൻ്റൽസ്, അതുപോലെ തന്നെ പരസ്യ പ്രക്ഷേപണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉടമകൾ, തൊഴിലാളികൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഉടമകളും തൊഴിലാളികളുടെയും ഒരു വലിയ കൂട്ടായ്മയാണ് LSWK എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള എന്ന് പറയുന്ന ഓൾ കേരള ബേസ് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ഈ സംഘടനയിൽ നിരവധിയായിട്ടുള്ള സൗണ്ട് മേഖലയിൽ, ലൈറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ഉടമകളുണ്ട്. നമ്മൾ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ചേട്ടന്മാരെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇവരെ വെച്ചുകൂടാനാവാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ലൈറ്റും സൗണ്ടും ഒക്കെ വേണം. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിപ്പിക്കുന്നവരും വേണം. ഈ സൗണ്ട് എന്നൊക്കെ പറയുന്നത് കൈകാര്യം ചെയ്യാൻ അത്ര നിപുണരായിട്ടുള്ള ആളുകളില്ലെങ്കിൽ ഈ പരിപാടി അവിടെ എത്ര റിഹേഴ്സൽ കഴിഞ്ഞ് വെച്ചാലും മൈക്ക് സ്റ്റാൻഡിൻ്റെ അവിടെ മൈക്ക് കുടുങ്ങുന്നത് നമ്മൾ കണ്ടല്ലേ. നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ വരുമ്പോൾ എത്ര പ്രാവശ്യം ഈ മൈക്ക് കുടുങ്ങുന്നതാണുണ്ട്. എല്ലാ സ്റ്റേജ് പരിപാടികളിലും വളരെ കൃത്യമായിട്ട് വേണ്ടതും വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കേണ്ടതുമായിട്ട് ആളുകളാണ് മൈക്ക് ഓപ്പറേറ്റർമാരും, ലൈറ്റ് സൗണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും, പന്തൽ, അതുപോലെ തന്നെ കല്യാണാഘോഷങ്ങൾക്കൊക്കെ ഏത് കൾച്ചറൽ പ്രോഗ്രാം ആയിരുന്നാലും വിശാലമായിട്ടുള്ള പന്തൽ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. ഇവർക്കൊരു കൂട്ടായ്മയുണ്ട്. ഓൾ കേരള ബേസ് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഇവരുടെ കൂട്ടായ്മയുടെ പേരാണ് LSWK, ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള. ചാലക്കുടിയിൽ ഒരു കാലഘട്ടത്തിൽ വളരെ സ്ട്രോങ് ആയിരുന്നു സംഘടന. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രത്യേക കാരണം കൊണ്ട് ഇതിൽ നിന്ന് കുറേ പേര് മാറി വേറൊരു സംഘടന ഉണ്ടാക്കി. അതിനുശേഷം ഈ സംഘടന കൂടുതൽ ശക്തിയോടുകൂടി വളരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിന് അങ്ങനെ ഒരു ദിനം വന്നെത്തി. വളരെ ഉഷാറോടുകൂടി ഇതിൻ്റെ സ്റ്റേറ്റ് നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരും ചേർന്നുകൊണ്ട് ചാലക്കുടിയിൽ LSWK എന്ന് പറയുന്ന സംഘടനയ്ക്ക് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഒരു ബേസ്മെൻ്റ് ഒരുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പുനഃസംഘാടനവും തെരഞ്ഞെടുപ്പും പുതിയ ഭാരവാഹികളെ കണ്ടെത്തൽ നടന്നു. വളരെ മനോഹരമായിരുന്നു. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷനൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. ലൈറ്റുമായി ബന്ധപ്പെട്ടും സൗണ്ടുമായി ബന്ധപ്പെട്ടും പന്തലുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരനുഭവിക്കുന്ന ഒരു വലിയ റിസ്ക് ഉണ്ട് ചില സമയങ്ങളിൽ അവരനുഭവിക്കുന്നത്. അത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഒരു സാംസ്കാരിക കൾച്ചർ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലായിരിക്കണം. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലേ അതൊരു വലിയ സംഭവമാണ്. ഈ തൊഴിലാളികളുടെയും ഉടമകളുടെയും ഒക്കെ തന്നെ ഇത്തരം മേഖല പ്രവർത്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ ചാലക്കുടിയിൽ വീണ്ടും അതിൻ്റെ ഓൾ കേരള ബേസ് ആയിട്ടുള്ള ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള LSWK എന്ന് പറയുന്ന സംഘടന വീണ്ടും വളരാൻ പോകുന്നു. കൂടുതൽ ആവേശത്തോടും കൂടുതൽ ഊർജ്ജത്തോടും കൂടി ഈ സംഘടന മുന്നോട്ട് നീങ്ങാനായിട്ടൊരു ബേസ്മെൻറ്റ് അങ്ങനെ പുനഃസംഘാടനത്തിലൂടെയും പുതിയ ഭാരവാഹികളെ കണ്ടെത്തി അവർക്ക് ചുമതലകൾ ഏൽപ്പിക്കുന്നതോടുകൂടി ഏകദേശം പൂർത്തീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് നാട്ടിലും വിദേശത്തൊക്കെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജിജു എന്ന് പറയുന്ന ചേട്ടനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഈ സംഘാടനത്തിനും അതുപോലെ തന്നെ പുനഃസംഘടിപ്പിക്കുന്നതിനും പുതിയ ഭാരവാഹികളെ കണ്ടെത്തുന്നതിനും വിദേശത്ത് പോലും ഇരുന്നു കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഊർജ്ജത്തോടുകൂടി പ്രവർത്തിച്ചുവെന്ന് അതിൻ്റെ സ്റ്റേറ്റ് ഭാരവാഹികൾ ഈ സമ്മേളനത്തിൽ വന്നപ്പോൾ പറയുന്നത് കേട്ടു. എന്തായാലും ചാലക്കുടിയിൽ ഈ സംഘടന കൂടുതൽ ഊർജ്ജത്തോടുകൂടി മുന്നോട്ട് പോകട്ടെ. എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ. ഒത്തൊരുമിച്ച് കൂട്ടായ്മയോടെ സംഘാടന ബലത്തോടുകൂടി മുന്നേറാൻ ഈ സംഘടനയ്ക്ക് സാധിക്കട്ടെ. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചാലക്കുടി മേഖലയുടെ തിരിച്ചുവരവ് അറിയിച്ചുകൊണ്ടുള്ള പുനഃസംഘാടനം അതിഗംഭീരമായി നടന്നു. ചാലക്കുടി മദർ റെസിഡൻസി ഹാളിൽ ചേർന്ന പൊതുയോഗത്തിന് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹൈദ്രോസ് PC അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജോഷി മട്ടി നിർവഹിച്ചു. ചാലക്കുടി മേഖല പുനഃസംഘാടനത്തിന് എത്തിച്ചേർന്ന മുഴുവൻ പ്രവർത്തകർക്കും തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ ട്രഷറർ സാജ് സുരേഷ് സ്വാഗതം ആശംസിച്ചു. മേഖലയുടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് വരണാധികാരിയും സംഘടനയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ സുഖിൽദാസ് തളിക്കുളമാണ്. സംഘടനയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഒപ്പം ചേർന്ന ചാലക്കുടി മേഖലയിലെ നവാഗത അംഗങ്ങളെ സംസ്ഥാന കമ്മിറ്റി അംഗം സാബു CL ഐഡന്റിറ്റി കാർഡ് അണിയിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തു. സംസ്ഥാന കൗൺസിൽ അംഗം ആഷിഖ് AS, ജില്ലാ വൈസ് പ്രസിഡന്റ് ടോമി PK, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജിത് പ്രസാദ് UR, മേഖലാ രൂപീകരണ സമിതി കൺവീനർ സജീവ് T, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഫ്രാൻസിസ് ചീരൻ, തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം നാസർ PM, തൃശൂർ മേഖലാ സെക്രട്ടറി ജിനീഷ് കുമാർ N, കുന്നംകുളം മേഖലാ പ്രസിഡന്റ് ഷിഹാബ് NA, തൃപ്രയാർ മേഖലാ ട്രഷറർ സാജു VA, ഇരിഞ്ഞാലക്കുട മേഖലാ ട്രഷറർ മണികണ്ഠൻ TR, കൊടുങ്ങല്ലൂർ മേഖലാ പ്രസിഡന്റ് തോമസ് ഇന്നിസ്, കയ്പമംഗലം മേഖലാ സെക്രട്ടറി സാജു PC ജയം,
ചാവക്കാട് മേഖലാ സെക്രട്ടറി ഹുസൈൻ ആർവി, സംസ്ഥാന മുൻ സെക്രട്ടറി ചന്ദ്രൻ കെ ടി, ഒല്ലൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറി അജിത് എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ലൈറ്റ്, സൗണ്ട്, പന്തൽ, റെന്റൽ, പരസ്യ പ്രക്ഷേപണ മേഖലയിലെ ഉടമകളെയും തൊഴിലാളികളെയും ഒരേ കുടക്കീഴിൽ മതമോ ജാതിയോ വർണ്ണമോ വർഗമോ നോക്കാതെ അണിനിരത്തുന്ന കേരളത്തിലെ ഈ മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയായ LSWAK എന്ന മഹാപ്രസ്ഥാനം ചാലക്കുടി മേഖലയിലെ പ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്ന പ്രസ്തുത യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം എത്തിച്ചേർന്നവർക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ചാലക്കുടി മേഖലാ സെക്രട്ടറി വിനോദ് PR നന്ദി പ്രകാശിപ്പിച്ചു. രക്ഷാധികാരിയായി ജിജു റപ്പായ്, പ്രസിഡന്റ് സച്ചിൻ ജോസഫ്, സെക്രട്ടറി വിനോദ് PR, ട്രഷറർ രാജിൻ രാഘവൻ എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളായി സഞ്ജയ് കൃഷ്ണ, ജോമൻ വർഗീസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. യോഗ നടപടികൾക്ക് ശേഷം പങ്കെടുത്തവർക്ക് സ്നേഹവിരുന്നും നടത്തി. ഞാൻ പറഞ്ഞല്ലോ, ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള, കേരള സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളിലായി ഏകദേശം 140ഓളം വരുന്ന മേഖലകൾ 14 ജില്ലകളുടെ കീഴിൽ സജീവമായിട്ട് ലൈറ്റ്, സൗണ്ട്, പന്തൽ, പരസ്യ പ്രക്ഷേപണ, അനൗൺസ്മെന്റ് മേഖലയിലെ തൊഴിലാളികളെയും മുതലാളികളെയും ജാതി, വർഗ, വർണ്ണ, ലിംഗ ഭേദ വ്യത്യാസമില്ലാതെ ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് സമാന ചിന്താഗതിയോടുകൂടെ ഒരേ സ്വരത്തിൽ നീങ്ങാൻ ഒരു കുട വന്നതാണ് നമ്മുടെ LSWAK. ഈ LSWAK രൂപം കൊണ്ടത് 2010 LSWAK രൂപം കൊള്ളുന്നു. 2010 ഒക്ടോബർ 10-ാം മാസം എന്ന് പറഞ്ഞാൽ 10/10 നമ്മുടെ സംഘടനാ സ്ഥാപക ദിനമായിട്ട് ആചരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 10/10/10 എന്ന് പറയാം. 2010 10-ാം മാസം 10-ാം തീയതി 10/10/10 നമ്മൾ 10/10 എന്ന് പറയുന്നു. ഇപ്പൊ സംഘടനയ്ക്ക് 15 വയസ്സായി. ഈ 15 വയസ്സായ സമയത്ത് കേരള സംസ്ഥാനത്ത് 2010 തുടങ്ങിയ സംഘടന ഓരോ വർഷം ചെല്ലുന്തോറും, ഓരോ മാസം ചെല്ലുന്തോറും, ഓരോ ദിനം ചെല്ലുന്തോറും നാൾക്ക് നാൾ സംഘടനാ സംവിധാനം എന്ന് പറയുന്ന ആ ഒരു വലയം ഏറ്റവും നൂതനമായിട്ടുള്ള രീതിയിൽ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീമാൻ ജിജു റപ്പായുടെ വലിയ ഒരു കഴിവാണ് ഇന്ന് LSWAK ചാലക്കുടി മേഖലയിൽ പുനഃസംഘാടനം ഇത്രയേറെ എളുപ്പത്തിലും സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നത് എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാനിവിടെ